ലെവിയില്ലാതെ വലിയ ബാധ്യതകളില്ലാതെ സൗദി അറേബ്യയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച ലെവി ഇളവ്. സൗദിയിലെ ഇൻഡസ്ട്രിയൽ മേഖലയിലും ഫാക്ടറികളിലും പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഗുണമാകും ഈ തീരുമാനം. മുതലാളിമാർക്കൊപ്പം തൊഴിലാളികൾക്കും വൈകാതെ ഇതിൻ്റെ ഗുണം ലഭിക്കും. വ്യവസായ മേഖലയ്ക്ക് ആശ്വാസമായി ഇൻഡസ്ട്രിയൽ സോണിലെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും ജോലി ചെയ്യുന്ന വിദേശി തൊഴിലാളികൾക്കുള്ള പ്രതിമാസ ലെവി പൂർണ്ണമായും നിർത്തലാക്കാനാണ് സൗദി മന്ത്രിസഭയുടെ തീരുമാനം. സിമ്പിളായി പറഞ്ഞാൽ മെയ്ഡ് ഇൻ സൗദി പദ്ധതിയുടെ ഭാഗമായും സൗദിയുടെ ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് വിവിധ നിക്ഷേപ പദ്ധതിയുമായും എത്തുന്ന എല്ലാ കമ്പനികൾക്കും ലെവി ഇളവ് ലഭിക്കും. ആയിരങ്ങൾക്കല്ല, ഏതാണ്ട് 8 ലക്ഷത്തിലേറെ പേരുടെ ലെവിയാണ് ഒഴിവാക്കാൻ പോകുന്നത്. ഒറ്റനോട്ടത്തിൽ മുതലാളിക്കാണ് നേട്ടമെങ്കിലും ഇതിന്റെ ഗുണം തൊഴിലാളിക്കും വൈകാതെ ലഭ്യമാകും. ഇഖാമ പുതുക്കുന്നതിന് മാസം 800 റിയാൽ വീതം, വർഷം 9600 റിയാലാണ് സൗദിയിൽ ലെവി. ഇത് സൗദിയിലെ എല്ലാ വിദേശികൾക്കും ബാധകമാണ്. വിദേശികളുടെ എണ്ണം നിയന്ത്രിക്കാനാണ് സൗദി അറേബ്യ ലെവി സമ്പ്രദായം കൊണ്ടുവന്നത്. എന്നിട്ടും വിദേശികളുടെ എണ്ണത്തിൽ കുറവ് വന്നില്ല എന്നത് മറ്റൊരു കാര്യം. ലെവി ഇല്ലാത്തത് ഡൊമസ്റ്റിക് വർക്കേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന വീട്ടുജോലിക്കാർ, ഹൗസ് ഡ്രൈവർമാർ, പാചകക്കാർ, തോട്ടക്കാർ എന്നിവർക്ക് മാത്രമാണ്. വിദേശ തൊഴിലാളികളുടെ ആശ്രിത വിസയിൽ കഴിയുന്നവർക്ക് പോലും ലെവിയുണ്ട്. ഫാക്ടറി, സൗദിയിലെ വ്യവസായ സോണുകൾ എന്നീ മേഖലയിൽ നേരത്തെ തന്നെ തൊഴിലാളിക്ക് 800 റിയാൽ പ്രതിമാസ ലെവി എന്നതിൽ ഇളവ് നൽകിയിരുന്നു. പക്ഷേ ഈ ഇളവ് ഈ മാസം അവസാനിക്കാനിരിക്കെയാണ് ഇനി ഒരിക്കലും അത് നടപ്പാക്കില്ലെന്ന പ്രഖ്യാപനം. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഫാക്ടറികൾ, നിർമ്മാണ യൂണിറ്റുകൾ, ഉൽപാദന പ്ലാന്റുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഇഖാമ പുതുക്കാൻ ലെവി വേണ്ടതില്ല. ലെവി ഒഴിവാക്കിയ മേഖലയിൽ 8.4 ലക്ഷം വിദേശ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. ഇതുപ്രകാരം 62 കോടി 20 ലക്ഷം റിയാലാണ് ഒരു മാസം സൗദിയുടെ ഖജനാവിൽ എത്തേണ്ടിയിരുന്നത്. വർഷം ഇത് 806 കോടി 40 ലക്ഷം റിയാൽ വരും. ഈ നഷ്ടം സഹിച്ച് സൗദി ഇത് ഒഴിവാക്കാൻ കാരണമുണ്ട്. വിദേശ നിക്ഷേപം പരമാവധി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിൽ ഏറെ സാധ്യതകളുണ്ട്. പണമിറക്കാൻ താല്പര്യമുള്ള മലയാളികളും ഈ രംഗത്തേക്ക് വരുന്നുമുണ്ട്. മാനുഫാക്ചറിംഗ് മേഖലയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ലെവി ഇളവ് നമ്മൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതും, അത് എന്താണ് സൗദി ഫ്യൂച്ചർ ബിസിനസ്സിനെ ഏത് രീതിയിലാണ് അത് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതും, മേക്ക് ഇൻ KSA അല്ലെങ്കിൽ മെയ്ഡ് ഇൻ KSA എന്നുള്ള പ്രൊഡക്റ്റ് സൗദിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാനും എല്ലാം വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങൾ ഇപ്പം തീർത്തും എടുത്തു കളഞ്ഞു എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി ഗവൺമെന്റ് ഊന്നൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് മാനുഫാക്ചറിംഗ് മേഖല. ഫോറിനേഴ്സിന് FDI, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ സൗദിയിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ഈ ഒരു മേഖലയായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളത് പഠിച്ചിട്ട് ചെയ്യുക. ലെവി പിൻവലിച്ചതോടെ ഫാക്ടറികൾ, നിർമ്മാണ യൂണിറ്റുകൾ, ഉൽപാദന പ്ലാന്റുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ ശമ്പളം വർദ്ധിക്കാനും കാരണമായേക്കും. തൊഴിൽ സുരക്ഷ മെച്ചപ്പെടുകയും മനുഷ്യവിഭവശേഷി കാര്യക്ഷമമായി വിനിയോഗിക്കാനും ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അത് ലോങ് ടൈം പീരീഡിൽ, ലോങ് ടൈം പ്ലാനിങ്ങിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ഫാക്ടറികളുടെ ഉൽപാദന ചെലവ് കുറയുകയും പ്രവർത്തന ചെലവ് നിയന്ത്രിക്കാനും കഴിയും. അതോടെ നിക്ഷേപകർക്ക് സൗദിയിൽ ഒരു അനുകൂലമായ അന്തരീക്ഷവും വ്യവസായ മേഖലയിൽ സാധ്യതകളുമാണ് ഇനി തുറക്കാൻ പോകുന്നത്. വ്യവസായ മേഖലയിൽ വന്ന ഈ പുതിയ അപ്ഡേഷൻ പ്രകാരം സൗദി അറേബ്യ ആഗോളതലത്തിൽ ഒന്നും കൂടി ശക്തമാവുകയാണ്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ഈ തീരുമാനമെടുത്തത് നിക്ഷേപം വർദ്ധിപ്പിക്കാൻ തന്നെയാണ്. ഇക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് അഫയേഴ്സ് കൗൺസിലിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം. ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഉള്ള ഏതൊരു വ്യവസായിയും ഈ നിയമത്തിന്റെ ഗുണഭോക്താക്കളാണ്. നേരത്തെ ഒരു വർഷത്തേക്ക് ഏകദേശം 9600ഓളം റിയാലുകളായിരുന്നു ഒരു ലൈസൻസ് പുതുക്കേണ്ട ആവശ്യം വന്നിരുന്നത്. അത് മാറി ഇനി വെറും 100 റിയാൽ കൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഇക്കാമ പുതുക്കുക എന്നുള്ളത് വളരെ
സ്തുത്യർഹമായ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 148ഓളം എംപ്ലോയീസ് എൻ്റെ പല ഫാക്ടറികളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.5 മില്യൺ ഒരു വർഷം എനിക്ക് എൻ്റെ ചിലവിൽ നിന്ന് കുറഞ്ഞു കിട്ടുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ള ഉദാഹരണം. അത്രയും നമുക്ക് മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യയിൽ നിങ്ങളൊരു മെഷീനറി അതിനുവേണ്ടി ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ ടാക്സ് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതല്ലെങ്കിൽ ബാക്കി ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് ഒരുപാട് നമുക്ക് സപ്പോർട്ടുകൾ വരുന്നുണ്ട്, ലോണായിട്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ടൊക്കെ. അപ്പോൾ അതോടൊപ്പം ഇത്തരം ഒരു ലെവി ഇളവും കൂടെ എന്ന് പറയുന്നത് വളരെ ദൂരവ്യാപകമായ ഗുണമുണ്ടാക്കുന്ന ഒരു സന്തോഷകരമായ വാർത്തയാണ്. സൗദിയിലെ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾക്കെല്ലാം ഈ നീക്കത്തിന്റെ ഗുണം ലഭിക്കും. മെയ്ഡ് ഇൻ സൗദിയിലൊക്കെ ഇതിനകം നിക്ഷേപം നടത്തിയ മലയാളികളുണ്ട്. അവർക്കും ഈ പ്രഖ്യാപനം ഗുണമാകും. അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്, 2 ദിവസം മുമ്പേ നമ്മോട് സംസാരിച്ച സമയത്ത് അവർ നിലവിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സൗദിയിൽ അവർ പ്രൊഡക്ഷൻ ചെയ്ത് ആ പ്രൊഡക്ഷൻ സെയിൽ മാർക്കറ്റ് അവർ ഉദ്ദേശിക്കുന്നത് സൗദിയുടെ പുറത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലാണ്. നിലവിൽ അവർക്കിത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരടക്കം കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് സൗദിയിലോട്ട് വരാൻ ഇനി ചാൻസ് കൂടുതലാണ്. വിഷൻ 2030 ഭാഗമായി എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനും വ്യവസായവൽക്കരണം വേഗത്തിലാക്കാനുമുള്ള സൗദി സർക്കാരിന്റെ നീക്കങ്ങൾക്ക് ഈ തീരുമാനം ഉണർവ് നൽകും. ഫാക്ടറികൾക്ക് മേലുള്ള സാമ്പത്തിക ഭാരമാണിത് കുറക്കാൻ പോകുന്നത്. ഇതോടെ സൗദിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞ വിലക്ക് മത്സരിക്കുവാനും സാധിക്കും. ഇത് കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് ഗുണമാവുക. ഈ രംഗമാണ് സൗദിയിലേക്ക് വരാനിരിക്കുന്ന നിക്ഷേപകർക്കും ഇനിയുള്ള പ്രധാനപ്പെട്ട സാധ്യത. സൗദി വ്യവസായ രംഗത്ത് സജീവമാകുന്നേയുള്ളൂ. ഇതൊരവസരം കൂടിയാണ്. കുറച്ചെങ്കിലും വാല്യൂ അഡീഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ നോക്കുക. അതായത് വാല്യൂ അഡീഷൻ മാനുഫാക്ചറിങ് സെഗ്മെന്റിലേക്ക് വരാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഏതൊരു മേഖലയും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാനുഫാക്ചറിങ് സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്ന്, ഈവൻ നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു മാനുഫാക്ചറിങ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് പൾസസും പല കാര്യങ്ങളും ഒരു പാക്കിംഗ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് ആളുകളെ ആ ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന് ലവ്യളവും കാര്യങ്ങളും ഉപയോഗപ്പെടുത്താനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു വാല്യൂ അഡീഷൻ കൊണ്ടുവരാനും സാധിക്കുന്ന പല മേഖലകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് ഏത് മേഖലയിലാണ് ഇനി സൗദിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന് കൂടെ പഠിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. നിലവിലുള്ള ദേശീയ ഫാക്ടറികളുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാനും തീരുമാനം വഴി സാധിക്കും. ഏകദേശം 58,900 പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ സ്ഥാപനങ്ങൾ സൗദി അറേബ്യയിൽ മൊത്തം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അണ്ടർ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സൗദി അറേബ്യ. അപ്പം അതിപ്പോൾ ഈ 2025 കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും ഏകദേശം 60,000 വ്യവസായ സ്ഥാപനം. ഒരു രാജ്യത്ത് ഇത്രയും വ്യവസായികൾ അല്ലെങ്കിൽ ഇത്രയും കച്ചവടക്കാർ ഒന്നാകെ വരെയും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുള്ളത് സൗദി അറേബ്യനെ ലോകം എത്ര സീരിയസ് ആയി കാണുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. നേരത്തെ സൗദി കൂടുതൽ പണമൊഴുക്കിയ റിയൽ എസ്റ്റേറ്റിന് പകരം ഇപ്പോൾ ലോജിസ്റ്റിക്സ് വ്യവസായ മേഖല സജീവമാക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. ഇത് മുന്നിൽ കണ്ടാണ് മലയാളികളും ഈ രംഗത്തേക്ക് എത്തുന്നത്.